ഹായ്, നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ തോർച്ച കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കരുതിയാണ്. പക്ഷെ ഇത് വീണ്ടും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ, വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കീടനാശിനികളെയും വളങ്ങളെയും കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ 5 നമ്മുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട, പുതിയതായിട്ട് ഫാമിങ്ങിലേക്ക് വരുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ട 5 സാധനത്തിനെ കുറിച്ച് പറയാം. 5 ടൂൾസ്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു നമുക്ക് മണ്ണ് കോരാൻ പറ്റിയ ഒരു സാധനം വേണം. അതിൽ ഇങ്ങനത്തെ മേടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു ഭാഗം നല്ല കൂർത്തിരിക്കണം, നല്ല ബലമുള്ളത്. 3 കാല് തന്നെ ടൈപ്പ് ഒക്കെ കിട്ടും, പക്ഷെ അതിന് വലിയ ബലം ഉണ്ടാവില്ല. നമ്മളിന്ന് കൊത്താൻ നേരത്തെ പോകും. മണ്ണ് ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഇത് ഉപകരിക്കാൻ പറ്റും. അപ്പൊ ഇത് നല്ല ബലമുള്ളതാണ്. ഇത് വെച്ച് കൊത്തി നമുക്ക് മണ്ണ് ഇളക്കിയിട്ട് ഇത് വെച്ച് കോരിയെടുക്കാം. അത് ഒന്നാമത്തെ സാധനം. ഇനി ആ മണ്ണ് കോരിയെടുക്കാനും അതുപോലെ ബാഗിലേക്ക്, ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനായിട്ട് ഈ ഒരു ഐറ്റം നമുക്ക്, ഈ ഒരു ഷവ്വാല്, ഈ ഒരു എന്താ പറയുക, കൊലശ്ശേരി പോലത്തെ സാധനം, ഇത് നമുക്ക് കോരി നിറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടാമത്തെ ഐറ്റം. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻ 5 ലിറ്ററിന്റെ മേടിക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമുക്ക് വെള്ളം ചെടിക്ക് ഒഴിക്കാനായിട്ട് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ തുടക്ക ടൈമിലൊക്കെ ചെറിയ ചെടികളൊക്കെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓസൊക്കെ വെച്ച് കുത്തി ഒഴിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാനും കണ്ടൊടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രഷർ ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സൂഡോമോണസോ എന്തെങ്കിലുമൊക്കെ കലക്കിനകത്ത് ആ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് മൂന്നാമത്തെ പ്രൊഡക്റ്റ്. നാലാമതായിട്ട് നമുക്കിത് ഇതുപോലത്തെ ഒരു സ്പ്രേയർ വേണം. ഈ ഒരു സ്പ്രേയർ നിങ്ങൾക്ക് ഇത്ര എമൗണ്ടിന് കൊടുത്ത് മേടിക്കാൻ, ഇതൊരു 10, 250 രൂപ, 300 വില ഉണ്ടാവും. അപ്പൊ ഇത്രയും എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കാൻ കാശില്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നത് ഈ ഒരു സംഭവം 25 രൂപ അതിന് വിലയുള്ളൂ. 25-30 രൂപയ്ക്ക് സാധനം കിട്ടും. ഇത് നമ്മൾ എല്ലാ 1 ലിറ്ററിന്റെ കുപ്പി, നമ്മുടെ വെള്ളം കുടിക്കുന്ന കുപ്പിയിലടക്കം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഗുണം. ഇത് നമുക്ക് കണ്ടിന്യൂസ് സ്പ്രേ ചെയ്യാം. ഇതിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് കൈവേന ഉണ്ടാവും. പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നമില്ല. നമുക്ക് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ എയർ പ്രഷർ വെച്ചിട്ട് പോണതാണ്. അപ്പം അതും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ പ്രൊഡക്റ്റ്. ഇനി ഒരു പ്രൊഡക്റ്റ് കൂടി പറ്റും. പിന്നെ നമുക്ക് വേണ്ട ഒരു മെയിൻ സാധനമാണ് ഇതുപോലത്തെ ഒരു പ്രൂണിങ് നൈഫ്. പ്രൂണിങ് നൈഫ് എപ്പോഴും പ്രൂൺ ചെയ്യാനായിട്ട് ഈ നൈഫ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ കത്തിയൊക്കെ വെച്ച് മുറിക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് നുള്ളയൊക്കെ ചെയ്യുമ്പോൾ തണ്ട് ചതയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലത്തെ നല്ല ഷാർപ്പായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് കുത്ത ബ്ലേഡ് ആയാലും മതി. പക്ഷെ ഇത്തിരി കട്ടിയുള്ള തണ്ടൊക്കെ ആണെങ്കിൽ അത് മുറിയില്ല. പക്ഷെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇത് അടിപൊളിയായിട്ട് മുറിയും. ഇത് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഗാർഡനിങ് സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതാണ് നമ്മുടെ 5ാമത്തെ പ്രൊഡക്റ്റ്. അപ്പൊ ഇത്ര ഐറ്റമാണ് നമുക്ക് ഒരു പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ഒരാളുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടത്. വെള്ളം ഒഴിക്കാനുള്ള പോട്ട് വേണം, അതുപോലെ തന്നെ സ്പ്രേയർ വേണം, നമുക്ക് മണ്ണ് എടുക്കാനായിട്ട് കളയ്ക്കാനൊരു സാധനം വേണം, അതുപോലെ അത് കോരിടാനായിട്ട് ബാഗിലേക്ക് നിറയ്ക്കാനും നമുക്ക് മണ്ണ് മിക്സ് ചെയ്യാനും, നമുക്ക് പൊടി മിക്സ് ഒക്കെ ഉണ്ടാക്കില്ല, മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഒരു ഗ്ലൗ കൂടി നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. കാരണം നമ്മൾ കുറേ ചാണകപ്പൊടിയും അതുപോലെയുള്ള വളങ്ങളൊക്കെ ആയിട്ട് ഇടപഴകുന്നതാണ്. അപ്പോൾ നമുക്ക് കൈക്കൊക്കെ എന്തെങ്കിലും ചിലവർക്കൊക്കെ സ്കിൻ അലർജി കിട്ടും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള യൂസ് ചെയ്യാനായിട്ട് ഒരു ഗ്ലൗ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ ഏതെങ്കിലും ഗാർഡനിങ് സ്റ്റോർ ഉണ്ടെങ്കിൽ അവിടെ അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ ഉണ്ടാവും ചില മാർക്കറ്റിൽ. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് പുതിയതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ഒരാൾ കയ്യിൽ കരുതേണ്ട മെയിൻ സാധനങ്ങൾ. ഈ വീഡിയോ വൈൻഡപ്പിനൊക്കെ മുമ്പായിട്ട് ഞാനിപ്പോൾ എൻ്റെ വിളവും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മുടെ പയറിന്റെ തണ്ട് എല്ലാ തണ്ടുകളും മേളിൽ എത്തിയിട്ടുണ്ട്, വലയും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇനി അത് സ്പ്രെഡ് ആയിക്കോളും. അതുപോലെ തന്നെ അവിടെ കിടന്ന് ഉണ്ടാവുകയും ചെയ്തോളൂ. പിന്നെ ഇവിടുത്തെ കുക്കുംബർ ഇവിടെ ഒരെണ്ണമുണ്ട്. അതുപോലെ ഇതൊക്കെ ചെറുതായി വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെ ഒരെണ്ണമുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് പറിച്ചു. കാരണം അത് നിലത്ത് വെള്ളത്തിൽ മുട്ടിക്കിടന്നിട്ട് ചെറുതായിട്ട് ഒരു ഉരുണ്ട ഷേപ്പ് വന്നിട്ട് ബാക്കി ആയില്ല, അത് ചീഞ്ഞു പോയി. അപ്പൊ അത് കാരണം ഞാൻ പറിച്ചെടുത്തു. ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 എണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വെണ്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെണ്ട നല്ല വലിപ്പമായിട്ടുണ്ട്. ഇതും അത്യാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടേക്ക് കുഞ്ഞുങ്ങളായി റെഡിയായി വന്നിട്ടുണ്ട്. ഈ വെണ്ടയിലേക്കും ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു എണ്ണം അത്യാവശ്യം വലുതായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നമുക്ക് അതും പറിക്കാനുള്ളൊരു ടൈമായി. പിന്നെ ഇവിടെയൊക്കെ പൂവിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇത് കണ്ടോ, ഇത്രയും ചെറിയൊരു ചെടിയാ. അതായാൽ പോലും ഇവിടെ നമുക്ക് ചെറിയൊരു കുക്കുംബറായി വരുന്നുണ്ട്.
ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വിളവ് തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ചെടികളാണ്. മുളകിലിത് ഇവിടെ ഒരു മുളക് ഇതുണ്ടാ, ഇവിടെ ഒരു മുളക് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇത് കുറേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുരുടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് പറയാം. ഇങ്ങനെ കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് എന്താ ചെയ്യണമെന്നുള്ളത്. ഈ മുളകിന് ആകെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, കുരുടിപ്പും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിനുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് മഴ നിൽക്കണോണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള വളം കൊടുക്കാനോ അല്ലെങ്കിൽ കീടനാശിനികൾ പ്രയോഗിക്കാനൊക്കെ ഒന്നും സാധിക്കില്ല. കാരണം എപ്പോഴും മഴയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്താലും അപ്പം തന്നെ അതങ്ങോട്ട് ഒലിച്ചു പോവുക ചെയ്യണം. കീടനാശിനിയൊക്കെ നിലയുമ്പോൾ മൊത്തം സ്പ്രേ ചെയ്തിട്ടാലും അപ്പം തന്നെ പോകും. അങ്ങനെ പോണോണ്ടാണ് ഈ മുളകിനൊക്കെ കുരുടിപ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് എൻ്റെ എല്ലാ ചെടികൾക്കും ഉണ്ട് ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. കുക്കുമ്പറൊക്കെ ആണെങ്കിൽ അടിയിലെ തണ്ടൊക്കെ ചീയണ്, അങ്ങനെയുള്ള പ്രശ്നം. മഞ്ഞള ആവണ്, അതൊക്കെ മഞ്ഞളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ ഉരുളൻകിഴങ്ങിന്റെ തണ്ട് ഫുള്ള് ചീഞ്ഞു പോയി. വെള്ളം ഫുള്ളായിട്ട് എപ്പോഴും മഴ പെയ്ത് ഇങ്ങനെ വീണുകൊണ്ടിരുന്നിട്ട് അത് ഫുള്ള് ചീഞ്ഞു പോയി. അപ്പോൾ സൂഡോമോണസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടക്കിടക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പം മഴ ഒന്ന് തുറന്ന ടൈമിൽ നമ്മൾ സൂഡോമോണസ് കൊടുക്കും. അതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്നൊക്കെ സ്പ്രേ ചെയ്ത് അതും സെറ്റാക്കി വെക്കും. അങ്ങനെ മാക്സിമം നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ ചെടികളും നമ്മൾ രക്ഷിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ അടുത്തടുത്ത വീഡിയോകളായിട്ട് പറഞ്ഞുതരാം. ഇനി നമുക്ക് ചെയ്യാനുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വളങ്ങളും കീടനാശിനികളും കൊടുക്കണ പുതിയതായിട്ട് വന്നവര് റെഗുലറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ കർഷകനാണെങ്കിൽ അവർക്കറിയാം കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ പോകണമെന്നുള്ളത്. അവരത് കൃത്യമായിട്ട് ആ ഒരു ടൈം പീരീഡ് തന്നെ ചെയ്തു പോകും. പുതിയതായിട്ട് തന്നെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് അത് എന്താ ചെയ്തത്, എങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്ക് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വരും. ഇന്ന് വളം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ നേരത്ത് നമ്മൾ വീണ്ടും ചിലപ്പോൾ വളം കൊടുക്കും, നമ്മൾ മറന്നു പോയ കേസ്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ടൈം ടേബിൾ പോലത്തെ ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരാഴ്ചയിൽ 7 ദിവസമൊക്കെ അതിൽ നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെയിറ്റ് ചെയ്യുക. പുതിയ വീഡിയോസ് വന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.